മൃഗസംരക്ഷണ വകുപ്പ് സ്റ്റാഫ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് ഫോർട്ട് വിഹാർ ഹാളിൽ സമാപിച്ചു. ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. 2024 ജൂലൈ 1 മുതൽ ജീവനക്കാർക്ക് ലഭിക്കേണ്ടതായ 12ാം ശമ്പള പരിഷ്കരണവും കുടിശ്ശികയായ ക്ഷാമബത്തയും ലീവ് സറണ്ടറും ഉൾപ്പെടെയുള്ളവ അടിയന്തരമായി വിതരണം ചെയ്യണമെന്നും ഇല്ലായെങ്കിൽ ഈ വിഷയങ്ങളിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന മൃഗസംരക്ഷണ വകുപ്പ് സ്റ്റാഫ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഫോർട്ട് വിഹാർ ഹാളിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി എ ഗ്രേഷ്യസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് CV സന്തോഷ് കുമാർ അധ്യക്ഷനായി. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം യമുന രാഘവൻ, സംസ്ഥാന കൌൺസിൽ അംഗം പ്രദീപ് കുമാർ, മേഖലാ പ്രസിഡന്റ് വിൻസെന്റ്, അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PC പ്രസാദ്, സംസ്ഥാന കമ്മിറ്റി അംഗം KR റെജി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ട്രഷറർ ഷിന്ദുലാൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി വേണുഗോപാലൻ സ്വാഗതവും ട്രഷറർ ഉബൈദുൾ റഹ്മാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.